ഈ സമയം കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കുമോ, ദൈവമേ 4:30 എഴുന്നേറ്റ് പണി ചെയ്യുന്ന ആ പാവം ലിറ്റിക്കൊച്ച് സമ്മതിക്കണമല്ലേ എന്ന്. എന്നാൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. അത് പറയാനാണ് ഞാൻ വന്നത്. പ്രത്യേകിച്ചും എൻ്റെ കാര്യം. സമയം വെളുപ്പിന് 4:30 കറക്റ്റാ. പക്ഷേ വെളുപ്പിന് 4:30 ഞാൻ എഴുന്നേറ്റു, അടുക്കളയിലെ പണി തീർത്തു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ അത്രക്കാരി നഹിഹേ. കിടന്നാലല്ലേ എഴുന്നേക്കേണ്ട ആവശ്യം വരുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കുറേ കിടന്നു നോക്കി, ഉറക്കം വന്നില്ല. എന്നാൽ 4:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി പോയി കിടന്നേക്കാമെന്ന്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഇതിന്റെ പേരാണ് നമ്മുടെ നാട്ടിൽ ഏതോ ചേച്ചി പണ്ട് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ വന്ന് കുനിച്ചു നിർത്തി കൂമ്പിന് ഇടിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണോ ഇതിന് ഇടിയപ്പം എന്ന് പേര് വന്ന് എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഇടിയപ്പം എന്നാട്ടോ. എനിക്ക് പുട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സാധനം ഇതാ. അങ്ങനെ ഇടിയപ്പം റെഡിയായി, കൊച്ചിനുള്ള വെള്ളം റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് സ്പൂണും ഫോർക്കും, ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്സ്, ബിസ്ക്കറ്റ് എല്ലാം റെഡി. എന്തിനധികം പറയുന്നു, രാവിലെ എഴുന്നേറ്റിട്ട് കുടിച്ചിട്ട് പോകാനുള്ള ചായ വരെ റെഡിയാക്കി വെച്ചു. സമയം 5 മണി ആയപ്പോഴത്തേനും ഇനി ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. കൊച്ചിന് മാത്രമൊന്നും അല്ല കേട്ടോ, ജസ്റ്റിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയാണേ. ഇടിയപ്പം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവി കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഇടിയപ്പം വെച്ചിട്ടുണ്ട്. മട്ടൺ സ്റ്റൂ നല്ല ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ നേരെ പോയി കിടന്നങ്ങ് ഉറങ്ങി. 5 മണി കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചും ജസ്റ്റ് എഴുന്നേറ്റ് കാണണം. അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഓഫീസിലും സ്കൂളിലൊക്കെ പോയും കാണണം. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ രാത്രി എത്ര കിടന്നാലും ഉറക്കം വരാത്ത ഈ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഏതോ മൂങ്ങിയായിരുന്നു തോന്നുന്നു. അതാ രാത്രി കിടന്നിട്ട് ഉറക്കം വരാം. രാവിലെ അലാം വെക്കാതെ കിടന്ന് ഉറങ്ങണം, എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേക്കണമെന്ന് വിചാരിച്ചാൽ കിടന്നത്. പക്ഷെ ആ വെള്ളക്കാരില്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, വെള്ളം കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പം എൻ്റെ മെയിൻ ശത്രുക്കൾ. രാവിലെ 10:30 കോളിംഗ് ബെൽ അടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കലിയൊക്കെ വന്നു. അവന്റെ അമ്മൂമ്മയുടെ വീടിനടുത്താണോ എൻ്റെ അമ്മൂമ്മയുടെ വീടെന്ന് എനിക്ക് ചോദിക്കണോ. പക്ഷെ അങ്ങനെ ചോദിക്കാൻ വന്നെങ്കിൽ എൻ്റെ ഇന്നർ മനസ്സ് എന്നോട് പറഞ്ഞു, അരുതബു, അമ്മാതിരി മ്ലേച്ഛ വാചകങ്ങൾ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴേ ജസ്റ്റ് ഒരു കോഫിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ജസ്റ്റ്, ഹൗ ക്യൂട്ട്. അങ്ങനെ ജസ്റ്റ് എടുത്ത് വെച്ച കോഫിയൊക്കെ പ്രീഹീറ്റ് ചെയ്ത് ചൂടാക്കി ഞാൻ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ശരി, എന്നാൽ പോയിച്ചു വരാം.